കേരള കോൺഗ്രസിന് സംഘടനാ ശക്തി ഇല്ലെന്ന് CPI കോട്ടയം ജില്ലാ സമ്മേളനത്തിൽ വിമർശനം. പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ ദയനീയ തോൽവി കേരള കോൺഗ്രസിന്റെ സംഘടനാ ദൗർബല്യം തെളിയിക്കുന്നത്. നേതാക്കൾ മാത്രമേ LDF-ൽ എത്തിയിട്ടുള്ളൂ, അണികൾ ഭൂരിഭാഗവും UDF-നൊപ്പമെന്ന് വിമർശനമുണ്ട്. വിവരങ്ങളുമായി ഗോകുൽ രമേശ് നമുക്കൊപ്പം ചേരുകയാണ്. ഗോകുൽ, ആരാണ് LDF-ലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ കക്ഷി എന്നത് കേരള കോൺഗ്രസ് മാണി വിഭാഗം അവിടെ എത്തിയതിന് പിന്നാലെ പ്രധാനമായി ഉയർന്നിരുന്ന ഒരു ചോദ്യമായിരുന്നു. അപ്പോൾ CPIക്കും കേരള കോൺഗ്രസ് എമ്മിനും ഇടയിൽ ആ വിധത്തിലുള്ളൊരു ശീതയുദ്ധം ഉണ്ട്, സംശയമില്ല. ഇപ്പോൾ ഈ സമ്മേളനത്തിൽ എന്താണ് പ്രധാനമായി ഉയരുന്ന ചോദ്യം? തമ്മിൽ LDF-നുള്ളിൽ വലിയ വിഭാഗീയത കോട്ടയം ജില്ലയിൽ നിലനിൽക്കുന്നുണ്ടായിരുന്നു. അതിന്റെ ഒരു ബാക്കിപത്രം എന്നോണമാണ് ഇപ്പോൾ CPI ജില്ലാ സമ്മേളനത്തിൽ കേരള കോൺഗ്രസിനെതിരായിട്ട് രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ ഉയർന്നു വന്നിരിക്കുന്നത്. കേരള കോൺഗ്രസിന് സംഘടനാ ശക്തി ഇല്ല എന്നുള്ളതാണ് CPI പ്രതികരണം ആ സമ്മേളനത്തിൽ ഉയർന്നു വന്നിട്ടുള്ളത്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ ദയനീയ തോൽവി കേരള കോൺഗ്രസിന്റെ സംഘടനാ ദൗർബല്യം തെളിയിക്കുന്നതാണെന്നും നേതാക്കൾ മാത്രമേ LDF-ൽ എത്തിയിട്ടുള്ളൂ എന്നും കേരള കോൺഗ്രസ് എമ്മിന്റെ അണികൾ ഭൂരിഭാഗവും ഇപ്പോഴും UDF-നൊപ്പം തന്നെയാണ് എന്നുമുള്ള തരത്തിലാണ് വിമർശനങ്ങൾ ഉയർന്നിരിക്കുന്നത്. ഒപ്പം സർക്കാരിനും രൂക്ഷമായിട്ടുള്ള വിമർശനം ഈ സമ്മേളനത്തിൽ ഉണ്ടായിട്ടുണ്ട്. സർക്കാരിന്റേത് ബാർ ലോബികളെ സഹായിക്കുന്ന മദ്യത നയമാണെന്നും പരമ്പരാഗത കള്ളു വ്യവസായ മേഖലയോട് സമ്പൂർണ്ണ അവഗണനയാണ് എന്നും ഇന്ന് സമ്മേളനത്തിൽ വായിച്ച റിപ്പോർട്ടിൽ വിമർശനമായിട്ട് ഉന്നയിച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും എതിരായിട്ടുള്ള വിമർശനവും സമ്മേളനത്തിൽ ഉണ്ടായിട്ടുണ്ട്. മുഖ്യമന്ത്രി ഏകാധിപതിയെ പോലെ പെരുമാറുന്നു എന്നുള്ളതാണ് ഈ പ്രതിനിധികളിൽ നിന്ന് ഉയർന്നു വന്നിട്ടുള്ള വിമർശനം. മന്ത്രിസഭയിലെ ഒരു മന്ത്രിയെ പോലും മുഖ്യമന്ത്രി പരിഗണിക്കുന്നില്ല എന്നും സർക്കാരിന് ഇടതുപക്ഷ സ്വഭാവം നഷ്ടമായിരിക്കുകയാണ് എന്ന തരത്തിലുള്ള വിമർശനവും ഉണ്ടായിരിക്കുന്നു. അതോടൊപ്പം തന്നെ CPIയുടെ വകുപ്പുകൾക്ക് എതിരായിട്ടും വിമർശനം ഉണ്ടായിട്ടുണ്ട്. CPI ഭരിക്കുന്ന 4 വകുപ്പുകളും പരാജയമാണ് എന്ന തരത്തിലുള്ള വിമർശനങ്ങളാണ് ഉയർന്നു വന്നിരിക്കുന്നത്. വിലക്കയറ്റം നിയന്ത്രിക്കാനാവാതെ ഭക്ഷ്യവകുപ്പ് നോക്കുകുത്തിയായി മാറിയെന്നും CPI വകുപ്പുകളെ പണം നൽകാതെ ധനവകുപ്പ് ശ്വാസം മുട്ടിക്കുന്നതായിട്ടുള്ള വിമർശനവും ഉയർന്നു വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മന്ത്രിമാർ അവർ സംസാരിക്കുന്ന വിഷയത്തിൽ ജാഗ്രത പുലർത്തണമെന്ന് ചിഞ്ചു റാണിയുടെ പേര് പരാമർശിക്കാതെ ഒരു പ്രതിനിധി വിമർശനം ഇന്നത്തെ സമ്മേളനത്തിൽ ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ CPI പാർട്ടി നേതൃത്വത്തിനും വിമർശനം ഉണ്ടായിട്ടുണ്ട്. പാർട്ടി സംസ്ഥാന നേതൃത്വം ദുർബലമാണ് എന്നും നിലപാടുകളിൽ ഉറച്ചു നിൽക്കാൻ നേതൃത്വത്തിന് നിലവിൽ കഴിയുന്നില്ല എന്നുള്ളൊരവസ്ഥയുണ്ട് എന്നും വിമർശനം ഉണ്ടായിരിക്കുന്നു. മുഖ്യമന്ത്രിയോ CPM-ഓ നേതൃത്വത്തിന് ഒരു പരിഗണനയും നൽകുന്നില്ല എന്നും ജനകീയ വിഷയങ്ങളിൽ ഇടപെടുന്നതിൽ പാർട്ടി ഉറപ്പായും ഒരുപാട് വിമർശനങ്ങൾ അവിടെ മന്ത്രിമാർക്കെതിരെയും നേതൃത്വത്തിനെതിരെയും ഉയരുകയാണ്. അതിനിടയിലാണ് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട LDF-ലെ മറ്റൊരു കക്ഷിയായിട്ടുള്ള കേരള കോൺഗ്രസ് എമ്മിന് എതിരെ രൂക്ഷമായ വിമർശനം CPI കോട്ടയം ജില്ലാ സമ്മേളനത്തിൽ ഉയരുന്നത്. ഗോകുലാണ് വിവരങ്ങൾ നൽകിയത്.